അപ്പോൾ ഞാൻ ഇവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ 2026 ജാനുവരി 24 നടന്ന പ്രിസൺ ഓഫീസറിന്റെ എക്സാമിന്റെ പേപ്പറിൽ സയൻസിന്റെ പാർട്ടാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് പേസ് മേക്കർ എന്ന് അറിയപ്പെടുന്നത്? അപ്പോൾ ഏത് അവയവമാണ് പേസ് മേക്കർ എന്ന് അറിയപ്പെടുന്നത്? അത് നമ്മുടെ സൈനോ ഏട്രിയൽ നോഡാണ്, SA നോഡാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരത്തിൽ സ്വയം നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ്? ഏതാണ് നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്നും കിട്ടുന്ന ജീവകം എന്ന് പറയുന്നത്? അത് വിറ്റമിൻ D ആണ്. ഇനി സിട്രസ് ഫ്രൂട്ട്സിൽ നിന്നും കിട്ടുന്ന വിറ്റമിൻ ആണ് ഇത്, വിറ്റമിൻ C എന്ന് പറയുന്നത്. ഇനി വിറ്റമിൻ K എന്താണ്? ബ്ലഡ് ക്ലോട്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിറ്റമിൻ ആണ് ഇത്, നമ്മുടെ വിറ്റമിൻ K എന്ന് പറയുന്നത്. ഇനി ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നതാണ് ഇത്, വിറ്റമിൻ E എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? വിറ്റമിൻ D ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിക്കുന്ന പോഷകങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? എന്താണ്? വിഘടനം. അത് ഓൾറെഡി ആൻസർ അവിടെ കിടക്കുന്നുണ്ട്. ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ കിടക്കുന്നുണ്ട്. പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലായ ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേര് എന്താണ്? വിഘടനമാണ് ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേര് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഡോട്ട്സ് എന്ന ചികിത്സാ രീതി ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഡോട്ട്സ് ടെസ്റ്റ് ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അത് നമ്മുടെ ക്ഷയരോഗവുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റാണ് ഡോട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി കുറച്ചും കൂടെ ടെസ്റ്റുകൾ അറിഞ്ഞിരിക്കുക. ഒന്ന് റോസ് ബംഗാൾ ടെസ്റ്റ്. റോസ് ബംഗാൾ ടെസ്റ്റ് ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അത് മാലക്കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റാണ് റോസ് ബംഗാൾ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അതേപോലെയാണ് ഇഷിഹാര ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വർണ്ണാന്തതയുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റാണ് ഇഷിഹാര ടെസ്റ്റ്. ഇനി ടൂർണിക്കറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡെങ്കിപ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റാണ് ടൂർണിക്കറ്റ് ടെസ്റ്റ്. ഇനി നേവ ടെസ്റ്റ് എയ്ഡ്സ് രോഗവുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റാണ് നേവ ടെസ്റ്റ്. അതേപോലെ ഹിസ്റ്റാമിൻ ടെസ്റ്റ് കുഷ്ഠവുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റാണ് ഹിസ്റ്റാമിൻ ടെസ്റ്റ്. അതേപോലെ വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റാണ് വൈഡൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി പറയുന്ന രണ്ടെണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാപ്സ്മിയർ ടെസ്റ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പാപ്സ്മിയർ ടെസ്റ്റ് ഗർഭാശയ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടതാണ് പാപ്സ്മിയർ ടെസ്റ്റ്. ഇനി മാമോഗ്രഫി എന്താണ്? സ്തനാർബുദവുമായിട്ട് ബന്ധപ്പെട്ടതാണ് മാമോഗ്രഫി എന്ന് പറയുന്നത്. ഇനി ഉത്തേജക മരുന്ന് അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ഡോപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കുറച്ച് ടെസ്റ്റുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. എന്താണ്? കേരളത്തിൽ 30 വയസ്സിന് മുകളിലുള്ള ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിനായി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? ജീവിതശൈലി എന്ന് വന്നുകൊണ്ട് ഏതാണ്? നമ്മുടെ ശൈലി തന്നെയാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷിയെ നേരിട്ട് തകർക്കുകയും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്ന വൈറസ് ഏതാണ്? നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യുന്ന വൈറസ് ഏതാണ്? HIV വൈറസ് ആണ്. HIV വൈറസ് ആണ്. എയ്ഡ്സ് വരുന്നത് HIV വൈറസ് കൊണ്ടല്ലേ എയ്ഡ്സ് വരുന്നത്. എയ്ഡ്സിന്റെ പ്രശ്നം എന്താണ്? അത് ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെയാണ് അഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എയ്ഡ്സ് രോഗികൾക്ക് എളുപ്പത്തിൽ എല്ലാ അസുഖങ്ങളും വന്നിട്ട് അവർ മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതാണ് ഇവിടുത്തെ വൈറസ്? HIV ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം നമുക്ക്. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തമ്മിലുള്ള ബന്ധം എന്താണ്? എന്താണ് പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്? പ്രവർത്തനവും പ്രതിപ്രവർത്തനം എന്ന് പറയുമ്പോൾ അത് ഏത് ലോയുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമ്മുടെ ന്യൂട്ടന്റെ തേർഡ് ലോ. എന്താ ലോ പറയുന്നത്? For every action there is an equal and opposite reaction എന്നാണ്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതിൽ നിന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ നമുക്ക് രണ്ടും ഒരേ ദിശയിൽ, പ്രവർത്തനവും പ്രതിപ്രവർത്തനവും ഒരേ ദിശയിലാണ്. ആണോ? അല്ല, തെറ്റ്. അടുത്താണ് രണ്ടും എതിർ ദിശയിൽ, ഓപ്പോസിറ്റ് ആണെന്നല്ലേ? അപ്പോൾ ഇതാണ് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ പ്രകാശത്തിന്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്നുള്ളത് നോക്കാം. സിമ്പിൾ ആണ്. ഒരു ലോഹം ആ ലോഹത്തിലേക്ക് ഒരു നിശ്ചിത ഊർജ്ജമുള്ള ഒരു ലൈറ്റ് വന്ന് പതിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ആ ലോഹത്തിൽ നിന്നും ഇലക്ട്രോൺസ് പുറന്തള്ളപ്പെടുന്നു. എന്താണ്? ഒരു ലോഹത്തിലേക്ക് നിശ്ചിത ഊർജ്ജമുള്ള പ്രകാശം വന്ന് പതിക്കുമ്പോൾ ആ ലോഹത്തിൽ നിന്നും ഇലക്ട്രോൺസ് പുറന്തള്ളപ്പെടുന്നു. ഈ പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറയുന്നത്. ഇനി ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം ലൈറ്റിന്റെ ഇന്റൻസിറ്റി ആണ്. അതായത് ലൈറ്റിന്റെ വന്ന് പതിക്കുന്ന പ്രകാശത്തിന്റെ തീവ്രത എന്താണ്? തീവ്രത കൂടിയ ലൈറ്റ് ആണ് വന്ന് പതിക്കുന്നത് എങ്കിൽ കൂടുതൽ ഇലക്ട്രോൺസുകളെ നമുക്ക് പുറന്തള്ളിപ്പിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ തീവ്രത കൂടിയ പ്രകാശം വന്ന് പതിക്കുകയാണെങ്കിൽ കൂടുതൽ ഇലക്ട്രോൺസ് പുറന്തള്ളപ്പെടും. ഓർത്ത് വയ്ക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ വരുന്ന ലൈറ്റിന്റെ ഊർജ്ജം കൂടുതലാണെന്നുണ്ടെങ്കിൽ, ഊർജ്ജം എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി കൂടുതലാണ് എന്നുണ്ടെങ്കിൽ എന്താണ്? ഫ്രീക്വൻസി കൂടുമ്പോൾ എന്ത് സംഭവിക്കാൻ അറിയാം? ആ പുറന്തള്ളപ്പെടുന്ന ഇലക്ട്രോൺസിന്റെ ഗതികോർജ്ജം കൂടുതലായിരിക്കും. കൂടുതൽ ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യപ്പെടില്ല, പക്ഷേ എന്താണ്? ആ ഇജക്ട് ചെയ്യപ്പെട്ട ഇലക്ട്രോൺസിന്റെ ഗതികോർജ്ജം കൈനറ്റിക് എനർജി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്റൻസിറ്റി കൂടുമ്പോൾ അഥവാ തീവ്രത കൂടുമ്പോൾ എന്ത് സംഭവിക്കും? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടുതൽ ഇജക്ട് ചെയ്യപ്പെടും. അപ്പോൾ തീവ്രത എന്തിനോട് നേരനുപാതത്തിലാണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസിനോട് നേരനുപാതത്തിലാണ്. ഇനി അതേപോലെ തന്നെ വരുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കൂടുക? ആ ഇജക്ട് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസിന്റെ ഗതികോർജ്ജം അഥവാ കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും. അത് നമുക്ക് ചോദ്യത്തിലോട്ട് വരാം. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ പ്രകാശത്തിന്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ ഗതികോർജ്ജം കൂടും. തെറ്റല്ലേ? അത് തെറ്റാണ്. ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നു. അപ്പോൾ അതാണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം നമുക്ക്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന 10 കിലോഗ്രാം പിണ്ഡമുള്ള ഒരു വസ്തുവിന്റെ ഭാരം എത്രയാണ്? അപ്പോൾ ഇവിടെ പിണ്ഡം എത്രയാണ് തന്നിരിക്കുന്നത്? പിണ്ഡം എന്ന് പറഞ്ഞാൽ മാസാണ്. മാസ് എത്രയാണ് തന്നിരിക്കുന്നത്? മാസ് എന്ന് പറയുന്നത് 10 kg എന്ന് തന്നിട്ടുണ്ട്. എന്താണ് ഭാരം കാണാനുള്ള ഫോർമുല ഉണ്ട് നമുക്ക്? എന്താണ്? W = m × g. ഇവിടെ മാസ് 10 ആണ്, ജിയുടെ വാല്യൂ 10 ആണ്. അപ്പോൾ 10 × 10 എന്താണ് ആൻസർ? 100 ന്യൂട്ടൺ ആണ് ആൻസർ എന്ന് പറയുന്നത്. 100 ന്യൂട്ടൺ.
ഇനി എന്താണ് ഈ പിണ്ടവും ഭാരവും തമ്മിൽ വ്യത്യാസം? നമ്മൾ പറയുമ്പോൾ രണ്ടും ഒരേപോലെ പറയുമെങ്കിലും എന്താണ് പിണ്ടവും ഭാരവും തമ്മിൽ വ്യത്യാസം? വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിണ്ടം എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് പിണ്ടം അഥവാ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദ്രവ്യത്തിന്റെ അളവ് ഒരിക്കലും മാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭൂമിയുടെ ഏത് ഭാഗത്ത് പോയി നിന്ന് നിങ്ങളുടെ മാസ് നോക്കിയാലും എന്ത് തന്നെയായിരിക്കും, അത് ഈക്വൽ തന്നെയായിരിക്കും. അത് മാത്രമല്ല ഭൂമിയിൽ തന്നെ വേണമെന്നില്ല, നിങ്ങൾ എവിടെ പോയി നോക്കിയാലും, ഇപ്പോൾ ചന്ദ്രനിൽ പോയി നോക്കിയാലും ജൂപ്പിറ്ററിൽ പോയി നോക്കിയാലും ഭൂമിയിൽ എവിടെ വേണമെങ്കിലും പ്രപഞ്ചത്തിൽ പോയി നോക്കിയാലും നിങ്ങളുടെ പിണ്ടം എപ്പോഴും സെയിം ആയിരിക്കും. പക്ഷേ ഭാരം അങ്ങനെയാണോ? അല്ല, ഭാരം എന്ത് ചെയ്യും? മാറും. ഓരോ പ്ലേസിൽ നിങ്ങൾ പോകുന്നതോറും ഭാരത്തിൽ വ്യത്യാസം കാണും. കാരണം എന്താണ് ഭാരം എന്ന് പറയുന്നത്? ഭാരം എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷണ ബലത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഭാരം എന്ന് വിളിക്കുക. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷണ ബലമാണ് ഭാരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഭാരത്തിന്റെ ഫോർമുല എഴുതിയില്ല, W=m×g, മാസ് ഇൻറ്റു ജി എന്താണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് അല്ലെ, ത്വരണം. ഈ ജി എന്ന് പറയുന്നത് ഭൂമിയുടെ എല്ലാ ഭാഗത്തും സെയിം അല്ല. ജിയുടെ വാല്യൂ ഭൂമിയുടെ എല്ലാ ഭാഗത്തും സെയിം അല്ല. ഭൂമിയുടെ ഷേപ്പ് എന്താ നമ്മൾ പഠിച്ചിരിക്കുന്നത്? ശരിക്കും ഭൂമി ഒരു സ്ഫെറിക്കൽ ആണോ? അല്ല, ഭൂമി ഒരു ജിയോയിഡ് കൈൻഡ് ഓഫ് ഷേപ്പ് ആണ് ഭൂമിക്കുള്ളത്. ഇനി ഇതാണ് സെന്റർ അല്ലെ, സെന്ററിന് ഞാൻ നമുക്ക് ഇതാണ് പോൾ അല്ലെ, ഈ ഭാഗമാണ് പോൾ, ഇവിടെ ഇതാണ് ഇക്വേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പോളിൽ ജിയുടെ വാല്യൂ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു വസ്തു പോളിൽ പോയിട്ടാണ് അതിന്റെ വെയിറ്റ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ജി കൂടുതലല്ലേ, ജി കൂടുമ്പോൾ ഭാരം എന്തായിരിക്കും? ആ വസ്തുവിന്റെ കൂടുതലായിട്ട് കാണിക്കും. അതേ വസ്തു തന്നെ എവിടേക്ക് വരിക? ഇക്വേറ്ററിലേക്ക് വരിക. ഇക്വേറ്ററിൽ ജിയുടെ വാല്യൂ കുറവാണ്. ജിയുടെ വാല്യൂ കുറവായതുകൊണ്ട് ഇതേ വസ്തു ഇക്വേറ്ററിൽ വന്നിട്ട് വെയിറ്റ് നോക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? വെയിറ്റ് എന്തായിരിക്കും? കുറവായിരിക്കും ഉണ്ടാവാം. അപ്പോൾ ജിയുടെ വാല്യൂ മാറുന്തോറും വെയിറ്റിനെ അല്ലെങ്കിൽ ഭാരത്തെ അത് അഫക്ട് ചെയ്യും. വെയിറ്റ് മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ആര് മാറില്ല? പിണ്ടം ഒരിക്കലും മാറില്ല. പിണ്ടം എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും കേട്ടോ. ഈ ഒരു കാര്യം ഓർത്ത് വയ്ക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 41ാമത്തെ ക്വസ്റ്റ്യൻ, 2025 ജോൺ ക്ലാർക്ക്, മൈക്കിൾ ഡെവോററ്റ്, അതേപോലെ ജോൺ മാർട്ടിനസ് എന്നിവർ നേടിയത് ഏത് പുരസ്കാരമാണ്? അവർ ഏത് പുരസ്കാരമാണ് നേടിയത്? നൊബേൽ സമ്മാനമാണ് നേടിയത്. അതും ഭൗതിക ശാസ്ത്രത്തിലാണ് ഇവർ നൊബേൽ സമ്മാനം നേടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ആൾക്കാർക്ക് ഒന്ന് ഓർത്ത് വെക്കുക. ജോൺ ക്ലാർക്ക്, മൈക്കിൾ ഡെവോററ്റ്, അതുപോലെ ജോൺ മാർട്ടിനസ്, ഈ 3 പേർക്കാണ് 2025 എന്ത് കിട്ടിയത്? ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടിയത്. ഇനി അടുത്തത് 42ാമത്തെ ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഐസോടോപ്പുകളിൽ ഭൂമിയിൽ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത് ഏതാണ്? ഭൂമിയിൽ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത് ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ട്രിഷ്യമാണ്. ട്രിഷ്യമാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഐസോടോപ്പ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഹൈഡ്രജന് ആക്ച്വലി 3 ഐസോടോപ്പുകളാണ് ഉള്ളത്. 1H1, 1H2, 1H3. ഇതാണ് ഹൈഡ്രജന്റെ 3 ഐസോടോപ്പുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ അറിയാം, ഇവരിൽ എല്ലാവർക്കും ഒരേ അറ്റോമിക് നമ്പർ ആയിരിക്കും. അറ്റോമിക് നമ്പർ മാറിക്കഴിഞ്ഞാൽ മൂലകം തന്നെ മാറും. അതുകൊണ്ട് എല്ലാവർക്കും ഒരേ അറ്റോമിക് നമ്പർ തന്നെയാണ്. പക്ഷേ അവരിൽ എന്താണ് വ്യത്യാസം? ഈ മുകളിൽ എഴുതുന്ന നമ്പറിനെ നമ്മൾ മാസ് നമ്പർ എന്നാണ് വിളിക്കാം. ഓക്കെ, അവർ മാസ് നോക്കിയാൽ 3 മാസമാണ് കാണിക്കുന്നത്. അപ്പോൾ അറ്റോമിക് നമ്പർ സെയിമും എന്നാൽ മാസ് നമ്പർ ഡിഫറൻറ്റുമായിട്ടുള്ള മൂലകങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കാം? ഒരു മൂലകത്തിന്റെ പല ആറ്റംസിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? ഐസോടോപ്പ് എന്ന് വിളിക്കാം. ഓക്കെ, അറ്റോമിക് നമ്പർ സെയിമും എന്നാൽ മാസ് നമ്പർ ഡിഫറൻറ്റുമായ ആറ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? ഐസോടോപ്പ് എന്ന് വിളിക്കാം. ഓക്കെ, ഇതിന് ഓരോരോ പേരുകളുണ്ട്. മാസ് 1 ആയിട്ടുള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പിനെ നമ്മൾ പ്രോട്ടിയം എന്നാണ് വിളിക്കുന്നത്. മാസ് 2 ആയിട്ടുള്ള ഐസോടോപ്പിനെ നമ്മൾ ഡ്യൂറ്റീരിയം, അവിടെ കൊടുത്തിട്ടുണ്ട്, ഡ്യൂറ്റീരിയം എന്നാണ് വിളിക്കുന്നത്. മാസ് 3 ആയിട്ടുള്ള ഐസോടോപ്പിനെ നമ്മൾ ട്രിഷ്യം എന്നാണ് വിളിക്കാം. നമുക്കറിയാം യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം എന്ന് പറയുന്നത് ഹൈഡ്രജൻ തന്നെയാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പെർസെന്റേജിൽ കാണപ്പെടുന്നത് ഈ പ്രോട്ടിയമാണ്. ഓക്കെ, അതിന് പിന്നെ ഡ്യൂറ്റീരിയം, പിന്നെയാണ് ട്രിഷ്യം വരുന്നത്. ട്രിഷ്യത്തിന്റെ എമൗണ്ട് ആണ് ഏറ്റവും കുറവ്. ഇനി ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോടോപ്പ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതും ഏത് തന്നെയാണ്? ട്രിഷ്യം തന്നെയാണ്. ഇനി ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡ്യൂറ്റീരിയമാണ്. ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് ഡ്യൂറ്റീരിയം ആണ് കേട്ടോ. ഇനി ഇതേപോലെ തന്നെ ഹൈഡ്രജൻ മാത്രമല്ല ഐസോടോപ്സ് ഉള്ളത്, മറ്റു മൂലകങ്ങൾക്കുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് കാർബൺ. കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്, മാസ് നമ്പർ 12, അതേപോലെ മാസ് നമ്പർ 13, മാസ് നമ്പർ 14. ഈ 3 കാർബണിന്റെ ഐസോടോപ്പാണ്. ഇതിൽ കാർബൺ 14നെ കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നമ്മുടെ ഫോസിലുകൾ ഉണ്ടല്ലോ, ഫോസിലുകളുടെ ഏജ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോടോപ്പാണ് ഈ കാർബൺ 14 എന്ന് പറയുന്നത്. ഇന്ന് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള കാർബൺ എന്ന് പറയുന്നത് ഏതാണ്? അത് നമ്മുടെ കാർബൺ 12 തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. 43ാമത്തെ ക്വസ്റ്റ്യൻ, താപനില സ്ഥിരമായിരിക്കുമ്പോൾ, നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതാണ്, താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത അളവ് വാതകത്തിന്റെ മർദ്ദവും വ്യാപ്തവും വിപരീത അനുപാതത്തിലായിരിക്കും. മർദ്ദം പ്രഷർ അല്ലെ, വ്യാപ്തം എന്ന് പറയുന്നത് വോളിയം, അതെങ്ങനെയായിരിക്കും? വിപരീത അനുപാതത്തിലായിരിക്കും. ഈ പ്രസ്താവന ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടതാണ്? അപ്പോൾ പ്രഷറും വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് വരുവാണെങ്കിൽ, വിപരീത അനുപാതത്തിൽ വരുവാണെങ്കിൽ ഇത് ഏത് ലോയാണ്? ഇത് നമ്മുടെ ബോയ്സ് ലോ ആണ്. ഓർത്ത് വയ്ക്കാം. ഓക്കെ, ശ്രദ്ധിക്കാം. എപ്പോഴും ഈ ഗ്യാസ് ലോസിൽ ഏതെങ്കിലും ഒരാൾ സ്ഥിരമായിരിക്കും. ഇവിടെ താപനില സ്ഥിരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബോയ്സ് ലോ ആയിരിക്കും കേട്ടോ. ഇനി അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി ബോയ്സ് ലോന് നമുക്കൊരു അപ്ലിക്കേഷൻ നോക്കാം. നമ്മൾ കണ്ടിട്ടുണ്ട് ഈ അക്വേറിയത്തിൽ കുമിളകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, താഴെ കുമിളകൾ ചെറുതായിരിക്കും, പക്ഷേ മേലേക്ക് വരുന്നതോറും എന്ത് സംഭവിക്കും? കുമിളയുടെ വലിപ്പം കൂടി വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മൾ ജലത്തിന്റെ ആഴം കൂടുന്തോറും എന്ത് സംഭവിക്കും? മർദ്ദം കൂടുതലായിരിക്കും. അപ്പോൾ താഴേക്ക് പോകുന്തോറും മർദ്ദം കൂടുതലായിരിക്കും. മർദ്ദം കൂടുമ്പോൾ വ്യാപ്തത്തിന് എന്താ സംഭവിക്കുക? മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയാണ് ചെയ്യുന്നത്. മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയും. അപ്പോൾ താഴെ മർദ്ദം കൂടുതലാണ്, വ്യാപ്തം കുറവാണ്. അതുകൊണ്ടാണ് ഇവിടെ ചെറിയ കുമിള. എന്നാൽ മുകളിലോട്ട് വരുന്നതോറും മർദ്ദം കുറഞ്ഞു വരും. മർദ്ദം കുറയുമ്പോൾ എന്ത് കൂടും? വ്യാപ്തം കൂടും. അതുകൊണ്ടാണ് മുകളിലത്തെ കുമിളകൾക്ക് കുറച്ചുകൂടെ വലിപ്പം കൂടുതൽ. ഇത് ബോയ്സ് ലോയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി ഒരു ബലൂണിൽ കാറ്റ് നിറച്ച ഒരു ബലൂൺ വെയിലത്ത് വെച്ചാൽ എന്താ സംഭവിക്കാം? കുറച്ച് കഴിയുമ്പോൾ അത് പൊട്ടിപ്പോണത് കാണാൻ പറ്റും. അത് ഏത് ലോയുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അത് നമ്മുടെ ചാൾസ് ലോയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താണ് അപ്പോൾ ചാൾസ് ലോ പറയുന്നത്? മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ, ശ്രദ്ധിക്കുക, ചാൾസ് ലോയിൽ ആരാണ് സ്ഥിരമായിട്ടിരിക്കുന്നത്? പ്രഷർ ആണ് സ്ഥിരമായിട്ടിരിക്കുന്നത്. മർദ്ദം സ്ഥിരമായിരിക്കുന്ന സമയത്ത് വ്യാപ്തവും താപനിലയും നേരനുപാതത്തിലാണ്. എന്താണ്? മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ വ്യാപ്തവും താപനിലയും, ഒരു നിശ്ചിത അളവ് വാതകത്തിന്റെ വ്യാപ്തവും താപനിലയും നേരനുപാതത്തിലാണ് എന്ന് പറയുന്നത് ഏത് ലോയാണ്? അത് ചാൾസ് ലോയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മളൊരു ബലൂൺ, കാറ്റ് നിറച്ച ബലൂൺ പുറത്തേക്ക് വെക്കുമ്പോൾ താപനില ഉയരാണ്. അപ്പോൾ താപനില ഉയരുന്നതനുസരിച്ചിട്ട് ആ ബലൂണിന്റെ അകത്തുള്ള കാറ്റുണ്ടല്ലോ, അതും അതിന്റെ വ്യാപ്തം എന്ത് സംഭവിക്കുന്നു? അതും കൂടുന്നു, അത് എക്സ്പാൻഡ് ആകുന്നു. അങ്ങനെ അത് പൊട്ടിപ്പോവാണ് ചെയ്യുന്നത്. ഈ ചൂടുകാലത്ത് ടയർ പൊട്ടുന്നതൊക്കെ കണ്ടിട്ടില്ലേ? അതെല്ലാം ചാൾസ് ലോയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി മറ്റൊരു ലോ ഉള്ളത് ഏതാണ്? അവോഗാഡ്രോസ് ലോ എന്ന് കേട്ടിട്ടുണ്ടാവും.
അവിടെ ആരാണ് സ്ഥിരമായിട്ടിരിക്കുന്നത്? അവിടെ നമ്മുടെ പ്രഷറും ടെമ്പറേച്ചറും മർദ്ദവും താപനിലയും സ്ഥിരമായിട്ടിരിക്കുന്ന സമയത്ത് തന്മാത്രകളുടെ എണ്ണം നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്തിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്? വോളിയത്തിനോട് അല്ലെങ്കിൽ വ്യാപ്തത്തിനോട് നേരെ അനുപാതത്തിലാണെങ്കിൽ ഇത് അവോഗാഡ്രോസ് ലോ ആണ് പറയുന്നത്. ഇതിനൊരു ആപ്ലിക്കേഷൻ എന്താണ്? കാറ്റ് നിറയ്ക്കുന്നത്, ബലൂണിൽ കാറ്റ് നിറയ്ക്കുന്നത്, ടയറിൽ കാറ്റ് നിറയ്ക്കുന്നത്, ഇതെല്ലാം ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അവോഗാഡ്രോസ് ലോയുമായിട്ട് ബന്ധപ്പെട്ട ഇതാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ബോയ്സ് ലോ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 44ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിരിക്കുന്ന ലവണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൾട്ട് അല്ലേ. ചുവടെ കൊടുത്തിരിക്കുന്ന ലവണങ്ങളിൽ ഏതിന്റെ ലവണ ലായനിയുടെ pH മൂല്യം 7നേക്കാൾ കുറവ്? നമുക്ക് pH എന്താണെന്ന് നമുക്കറിയാം. pH എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആസിഡ് ആണോ, ബേസ് ആണോ, ന്യൂട്രൽ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ 7നേക്കാൾ കുറവ് എന്നാണ് പറയുന്നത്. നമ്മൾ pH സ്കെയിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. pH സ്കെയിൽ ഏത് വരെയുള്ള വാല്യൂസ് ഉണ്ട്? 0 മുതൽ 14 വരെയുള്ള വാല്യൂസ് ഉണ്ട്. ഇതിന് നടുക്ക് 7 വരുന്നുണ്ട്. അപ്പോൾ ഈ വാല്യൂസ് 7 നിന്നും കുറഞ്ഞു പോകും തോറും എന്ത് കൂടിയാണ്? അസിഡിറ്റി കൂടി വരികയാണ് ചെയ്യുന്നത്. ആസിഡ് സ്ട്രോങ് ആസിഡ് ആയിട്ട് മാറുകയാണ് ചെയ്യാം. ഇനി 7 നിന്നും കൂടി വരും തോറും, കുറഞ്ഞു വരും തോറും ആസിഡ് സ്വഭാവം കൂടി വരും. 7 നിന്നും കൂടി വരും തോറും എന്താ സംഭവിക്കുക? ബേസിക് സ്വഭാവമാണ് കൂടി വരുന്നത്. ബേസിക് അത് കൂടുതൽ സ്ട്രോങ് ബേസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. 7 നിന്നും കുറയും തോറും 0നോട് അടുക്കും തോറും എന്താ സംഭവിക്കുക? സ്ട്രോങ് ആസിഡ് ആയിട്ട് മാറും. അതേപോലെ pH മൂല്യം 7 നിന്നും കൂടി 14ലോട്ട് അടുക്കും തോറും സ്ട്രോങ് ബേസ് ആയിട്ട് പോവാണ് ചെയ്യുന്നത്. ഇനി pH മൂല്യം 7 ആണ് കിട്ടണമെങ്കിലോ അവർ ന്യൂട്രൽ സബ്സ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഏതിന്റെ ലവണ ലായനിയുടെ pH മൂല്യമാണ് 7നേക്കാൾ കുറവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 7നേക്കാൾ കുറവ് എന്ന് പറയുമ്പോൾ അവർക്ക് എന്ത് സ്വഭാവമായിരിക്കണം? അസിഡിക് സ്വഭാവമായിരിക്കണം അല്ലെ. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് 4 സാൾട്ടുകൾ തന്നിട്ടുണ്ട് അവർ ഓപ്ഷനിൽ. അതിൽ ഇതിൽ ആസിഡ് സ്വഭാവം കാണിക്കുന്ന സാൾട്ട് ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിനെക്കുറിച്ച് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. അത് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതിൽ ആദ്യം നിങ്ങൾ അറിയേണ്ടത് സ്ട്രോങ് ആസിഡ്സ് ഏതൊക്കെയാണ്, വീക്ക് ആസിഡ്സ് ഏതൊക്കെയാണ്, അതേപോലെ സ്ട്രോങ് ബേസുകൾ ഏതൊക്കെയാണ്, വീക്ക് ബേസുകൾ ഏതൊക്കെയാണ്, ഇതാണ് ആദ്യം പഠിച്ചു വെക്കേണ്ടത്. സ്ട്രോങ് ആസിഡ്സ് ആയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് മിനറൽ ആസിഡ്സ് ആണ്. അതിൽ ഒന്നാമത്തത് നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് H2SO4 ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ആണ്. മറ്റൊന്നാണ് HCl എന്ന് പറയുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ്. നമ്മുടെ ആമാശയത്തിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആസിഡാണ് HCl എന്ന് പറയുന്നത്. ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നതാണ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ മറ്റൊരു ആസിഡാണ് HNO3 അതായത് നൈട്രിക് ആസിഡ്. ഇത് മൂന്നും സ്ട്രോങ് ആയിട്ടുള്ള ആസിഡുകളാണ് പഠിച്ചു വെക്കാം. ഇനി വീക്ക് ആസിഡിൽ നമുക്ക് പഠിച്ചു വെക്കാനുള്ളത് ഒന്ന് കാർബോണിക് ആസിഡ് ആണ്. H2CO3 സോഡ എന്നറിയപ്പെടുന്ന സാധനമാണ് കാർബോണിക് ആസിഡ്. സോഡ തന്നെ കാർബോണിക് ആസിഡ് ആണ്. ഓക്കെ, ഇനി ഇതല്ലാതെ ഈ ഭക്ഷണപദാർത്ഥങ്ങളിലുള്ള ആസിഡുകൾ ഉണ്ടല്ലോ, മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കുക. ഇത് CH3COOH ഇതാണ് നമ്മുടെ അസറ്റിക് ആസിഡ് എന്ന് വിളിക്കുന്നത്. അസറ്റിക് ആസിഡ് വിനിഗറിലുള്ള ആസിഡ് ആണ്. അസറ്റിക് ആസിഡ് നമ്മുടെ ഓറഞ്ചിലും ലെമണിലൊക്കെ ഉള്ളത് സിട്രസ് ആസിഡ് ആണ്, സിട്രിക് ആസിഡ് ആണ്. വിനിഗറിലുള്ള ആസിഡ് ആണ് ഇത് അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. തക്കാളിയിലുള്ള ആസിഡ് ആണ് ഇത് ഓക്സാലിക് ആസിഡ് എന്ന് പറയുന്നത്. ആപ്പിളിലുള്ള ആസിഡ് ഏതാണ്? മാലിക് ആസിഡ് ആണ്. പുളിയിലുള്ള ആസിഡ് ആണ് ഇത് ടാർട്ടാറിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ആസിഡുകൾ ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ആസിഡുകളെ നമ്മൾ പൊതുവെ വീക്ക് ആസിഡ്സിന്റെ കാറ്റഗറിയിലാണ് പെടുത്തുന്നത്. ഇനി നമുക്ക് സ്ട്രോങ് ബേസ് ഏതാണെന്ന് നോക്കാം. സ്ട്രോങ് ബേസ് നിങ്ങൾ മെയിൻ ആയിട്ട് 3 സ്ട്രോങ് ബേസുകളാണ് അറിഞ്ഞിരിക്കുന്നത്. ഒന്ന് സോഡിയം ഹൈഡ്രോക്സൈഡ്, കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നതാണ്, സ്ട്രോങ് ബേസ് ആണ്. അതേപോലെ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് KOH, കാസ്റ്റിക് പൊട്ടാഷ്യം എന്നറിയപ്പെടും, സ്ട്രോങ് ബേസ് ആണ്. പിന്നെ മറ്റൊന്ന് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, ഇതും സ്ട്രോങ് ബേസ് ആണ്. വീക്ക് ബേസിന്റെ കാറ്റഗറിയിൽ വരുന്ന ആളാണ് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, ഒരു വീക്ക് ബേസ് ആണ്. മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഒരു വീക്ക് ബേസ് ആണ്. അതേപോലെ തന്നെ അമോണിയം ഹൈഡ്രോക്സൈഡ് ഇതും ഒരു വീക്ക് ബേസ് ആണ്. ഇത്രയും ഡാറ്റ നിങ്ങൾ നന്നായിട്ട് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ഇനി നിങ്ങൾ അറിയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും ഈ സാൾട്ട് ഉണ്ടാകുന്ന പ്രക്രിയ നമ്മൾ ന്യൂട്രലൈസേഷൻ എന്നാണ് വിളിക്കാം. ന്യൂട്രലൈസേഷൻ ഒരു ആസിഡും ഒരു ബേസും ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സാൾട്ടും ജലം കിട്ടുന്നത്. സാൾട്ട് പ്ലസ് വാട്ടർ കിട്ടുന്നത്. നിങ്ങൾ എടുക്കുന്ന ആസിഡ് സ്ട്രോങ് ആസിഡും എടുക്കുന്ന ബേസ് ഒരു സ്ട്രോങ് ബേസും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സാൾട്ട് എന്ന് പറയുന്നത് എപ്പോഴും ന്യൂട്രൽ സ്വഭാവമുള്ള സാൾട്ട് ആയിരിക്കും. ശ്രദ്ധിക്കുക, സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസിൽ നിന്നും ഉണ്ടായ സാൾട്ട് ആണെങ്കിൽ ന്യൂട്രൽ സാൾട്ട് ആയിരിക്കും. ഇനി സ്ട്രോങ് ആസിഡും വീക്ക് ബേസും കൂടെ ചേർന്നുണ്ടാകുന്ന സാൾട്ട് ആണെങ്കിൽ അത് എന്ത് സാൾട്ട് ആയിരിക്കും? അത് ഏതാണോ സ്ട്രോങ് അതിന്റെ നേച്ചറാണ് കാണിക്കുക. അതുകൊണ്ട് ഇതൊരു അസിഡിക് സാൾട്ട് ആയിരിക്കും. ഇനി വീക്ക് ആസിഡും സ്ട്രോങ് ബേസും തമ്മിലുള്ള സാൾട്ട് ആണെങ്കിൽ അതൊരു ബേസിക് സാൾട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏതിന്റെ ലവണ ലായനിയുടെ pH മൂല്യം 7നേക്കാൾ കുറവ് എന്ന് വെച്ചാൽ നമുക്ക് അസിഡിക് സാൾട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. അസിഡിക് സാൾട്ട് എങ്ങനെയായിരിക്കും? ആസിഡ് സ്ട്രോങ് ആയിരിക്കും, എന്നാൽ ബേസ് എന്തായിരിക്കണം? വീക്ക് ആയിരിക്കണം. ഇവിടെ നോക്കിയേ, CH3COO ഇത് എവിടെ വന്നത്? ഈ ഭാഗം ആസിഡിന്റെ ഭാഗമാണ്. CH3COOH നമ്മുടെ അസിറ്റിക് ആസിഡ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വിനിഗറിലുള്ള ആസിഡ്. ആ ആസിഡിൽ നിന്നാണ്. അപ്പോൾ വിനിഗറിലുള്ള ആസിഡ് എന്ത് ആസിഡാണ്? അതൊരു വീക്ക് ആസിഡ് ആണ്, നമ്മൾ കഴിക്കുന്നതാണ്. അപ്പോൾ അത് വീക്ക് ആസിഡ് ആണ്. ഇനി Na എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇത് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞ ബേസിൽ നിന്ന് വന്ന ഭാഗമാണ്. അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്താണ്? ഒരു സ്ട്രോങ് ബേസ് ആണ്. അപ്പോൾ ഇവിടെ ഇത് ശരിക്കും ഒരു ബേസിക് ആയിട്ടുള്ള സാൾട്ട് ആണെന്ന് മനസ്സിലാക്കാം. വീക്ക് ആസിഡും സ്ട്രോങ് ബേസും ആണെങ്കിൽ അത് ബേസിക് സാൾട്ട് ആണ്. ഇതല്ല ആൻസർ. ഇനി അടുത്തേക്ക് നോക്കി, NH4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഈ ആദ്യത്തെ ഭാഗം ബേസ് എന്നാണ് വന്നിരിക്കുന്നത്. അത് ഏതാണ് ബേസ്? NH4 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ NH4OH അമോണിയം ഹൈഡ്രോക്സൈഡ്, അത് ബേസ് ആണ്, വീക്ക് ബേസ് ആണ്. അപ്പോൾ വീക്ക് ബേസും ഇനി Cl എന്ന ആസിഡ് ഏത് ആസിഡിന്റെ ഭാഗമാണ്? Cl ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഭാഗമാണ്. അതൊരു സ്ട്രോങ് ആസിഡ് ആണ്. വീക്ക് ബേസും സ്ട്രോങ് ആസിഡ് കൂടെ ചേർന്നുണ്ടായ സാൾട്ട് എന്ത് നേച്ചർ ആണ്? അസിഡിക് നേച്ചർ ആണ്. അതുകൊണ്ട് തന്നെ ഇതാണ് അവിടുത്തെ ആൻസർ. ബി ആണ് അവിടുത്തെ ആൻസർ. ഇങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. ഇത് പഠിക്കാൻ പറ്റുന്നവർ ഇങ്ങനെ പഠിച്ചു വെക്കുകയാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതെന്നും ആൻസർ ചെയ്താൽ പറ്റും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 2025 രസതന്ത്ര നോബൽ സമ്മാനം ഏതിന്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? നോൺ മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്, മെറ്റാലിക് സംയുക്തം, മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്, ഓർഗാനിക് സംയുക്തം. അപ്പോൾ ഇവിടുത്തെ ആൻസർ മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് കേട്ടോ. മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് ഇതിന്റെ കണ്ടുപിടുത്തത്തിനാണ് 2025 രസതന്ത്ര നോബൽ സമ്മാനം കിട്ടിയത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നതു ചിലർ, കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ
ഗർദ്ധവം ഈ വരികൾ ആരുടേതാണ്? ഈ വരികൾ നമ്മുടെ പൂന്താനം നമ്പൂതിരിയുടെ വരികളാണ് കേട്ടോ. നമ്മുടെ പൂന്താനം നമ്പൂതിരിയുടെ വരികളാണ്. വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നതും ചിലർ, കുങ്കുമത്തിന്റെ ഗന്ധമെന്നറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദ്ധവം എന്ന് പറയുന്നത് പൂന്താനത്തിന്റെ വരികളാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുന അവാർഡ് ജേതാവ് കൂടിയായ കായിക താരം ആരാണ്? എന്താണ്? കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുന അവാർഡ് ജേതാവ് കൂടിയായ കായിക താരം ആരാണ് എന്നാണ് ചോദ്യം. ഇതിന്റെ ആൻസർ എൽദോസ് പോൾ ആണ് ആൻസർ കേട്ടോ. എൽദോസ് പോൾ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 48 കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം? അത് നമ്മുടെ ചിറക്കൽ കണ്ണൂരാണ് കേട്ടോ. കേരള ഫോക്ലോർ അക്കാദമി വരുന്ന എവിടെയാണ്? ചിറക്കൽ കണ്ണൂർ. എന്നാണ് അത് സ്ഥാപിക്കപ്പെട്ടത്? ഫോക്ലോർ അക്കാദമി സ്ഥാപിക്കപ്പെടുന്നത് 1995 ജൂൺ 28 ഫോക്ലോർ അക്കാദമി സ്ഥാപിക്കപ്പെടുന്നത്. ഡേറ്റിനേക്കാൾ ഇമ്പോർട്ടന്റ് നമ്മുടെ ഇയർ തന്നെയാണ് കേട്ടോ. 1995 ജൂൺ 28. മറ്റ് അക്കാദമികളും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഒന്ന് കേരള ലളിതകലാ അക്കാദമി. അതിന്റെ ആസ്ഥാനം വരുന്നത് എവിടെയാണ്? തൃശ്ശൂരാണ് ആസ്ഥാനം വരുന്നത്. അത് സ്ഥാപിക്കപ്പെട്ടത് എന്നാണ്? 1962. ഓക്കെ, 1962 തൃശ്ശൂരിലാണ് കേരള ലളിതകലാ അക്കാദമി. അതേപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമിയും തൃശ്ശൂർ തന്നെയാണ്. അതെന്നാണ് സ്ഥാപിക്കപ്പെടുന്നത്? 1956 ഒക്ടോബർ 15 സ്ഥാപിക്കപ്പെടുന്നത് കേട്ടോ, കേരള സാഹിത്യ അക്കാദമി. ഇനി വൈലോപ്പിള്ളി സംസ്കൃത ഭവന്റെ ആസ്ഥാനമാണ് നളന്ദ തിരുവനന്തപുരം എന്ന് പറയുന്നത്. വൈലോപ്പിള്ളി സംസ്കൃത ഭവന്റെ ആസ്ഥാനമാണ് നളന്ദ തിരുവനന്തപുരം. ഇനി ചെറുതുരുത്തി തൃശ്ശൂർ എന്ന് പറയുന്നത് എന്തിന്റെ ആസ്ഥാനമാണ്? നമ്മുടെ കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനമാണ് ചെറുതുരുത്തി തൃശ്ശൂർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. തപ്പുകൊട്ടി മേളമൊരുക്കി താളവടിയിൽ താവടി തുള്ളി പുലവൃത്തമാടി വിനോദ ഭാഷണങ്ങളിലൂടെ പൊട്ടിച്ചിരി വിടർത്തി അടവിതുള്ളി കോലം തുള്ളിയിലേക്ക് കൗങ്ങിൻ പാളയിലാണ് കോലങ്ങൾ. ഏത് അനുഷ്ഠാന കലാരൂപത്തെക്കുറിച്ചുള്ളതാണ് ഈ വിവരണം എന്നാണ് ചോദ്യം. ഇത് ആക്ച്വലി പടയണിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. മലയാളത്തിലെ പ്രശസ്തരായ ചില ആട്ടകഥാകൃത്തുകളെയും അവരുടെ ആട്ടക്കഥകളെയും ചൂടി കൊടുത്തിരിക്കുന്നു. ഇവയിൽ ശരിയായവ ചേർത്തെഴുതുക എന്നുള്ളതാണ്. മാത്സ് ഫോളോയിങ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്താണ്? ഇരയിമ്പൻ തമ്പി, അംബരീഷ ചരിതം. ഇനി അടുത്ത് എന്താണ്? അശ്വതി തിരുനാൾ, ഉത്തരാ സ്വയംവരം. ഇനി കോട്ടയത്ത് തമ്പുരാൻ, കല്യാണ സൗഗന്ധികം, ഉണ്ണായി വാര്യർ, നളചരിതം. അപ്പോൾ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 3ഉം 4ഉം ആണ് ശരിയായിട്ട് വരുന്നത്. കോട്ടയത്ത് തമ്പുരാന്റെ തന്നെയാണ് കല്യാണ സൗഗന്ധികം എന്ന് പറയുന്നത്. അതേപോലെ ഉണ്ണായി വാര്യരുടെയാണ് നളചരിതം ആട്ടകഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ GK ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആകാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്